കേരള മനസാക്ഷി ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ഒരു പ്രതിക്കും ജീവപര്യന്തമില്ല. ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 6 പേർക്ക് 20 വർഷം തടവാണ് വിചാരണ കോടതി വിധിച്ചത്. പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തടവ് ശിക്ഷ പ്രതികൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന വിധിയെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്ക് 20 വർഷം തടവും പിഴയുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചത്. 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, ബിജീഷ്, സലിം, പ്രദീപ് എന്നിവർക്ക് IPC സെക്ഷൻ 376D പ്രകാരം 20 വർഷം കഠിന തടവും ഓരോരുത്തരും 50,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. IPC സെക്ഷൻ 342 അന്യായമായി തടങ്കലിൽ വെക്കൽ പ്രകാരം 1 വർഷം വെറും തടവും പ്രതികൾക്ക് കോടതി വിധിച്ചു. IPC സെക്ഷൻ 366, 354B തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്ക് മേൽ ചുമത്തിയെങ്കിലും ഇതിൽ ശിക്ഷ വിധിച്ചില്ല. IPC സെക്ഷൻ 357 പ്രകാരം 1 വർഷം തടവ്, സെക്ഷൻ 354B പ്രകാരം 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ്. ഒന്നാം പ്രതി പൾസർ സുനിക്ക് IT ആക്ട് സെക്ഷൻ 66E പ്രകാരം 3 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം തടവ്. IT ആക്ട് സെക്ഷൻ 67A പ്രകാരം 5 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം തടവും കോടതി വിധിച്ചു. രണ്ടാം പ്രതി മാർട്ടിന് IPC സെക്ഷൻ 201 തെളിവ് നശിപ്പിക്കൽ പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം തടവുമാണ് ശിക്ഷ വിധിച്ചത്. വിവിധ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. വിചാരണ കാലയളവിൽ ജയിലിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ കുറയ്ക്കും. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. തൊണ്ടി മുതലായ മൊബൈൽ ഫോണും പെൻഡ്രൈവും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണം. അപ്പീൽ കാലാവധിക്ക് ശേഷം മാത്രമേ ഇവ നശിപ്പിക്കാൻ പാടുള്ളൂവെന്നും കോടതി ഉത്തരവിലുണ്ട്. കേസിൽ ശിക്ഷ വിധിച്ചപ്പോൾ ഇരയെയും പ്രതികളെയും സമൂഹത്തെയും കണക്കിലെടുത്തുവെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷ വിധിക്കുമ്പോൾ സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണമെന്നും വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. കേസിൽ കൂട്ടബലാത്സംഗത്തിന് കോടതി വിധിച്ചത് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷയാണ്. പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ സാഹചര്യം, ഒന്നാം പ്രതി ഒഴികെ ബാക്കിയുള്ളവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന വാദം എന്നിവയും കോടതി പരിഗണിച്ചു. 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം. സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷയായ വധശിക്ഷയോ ജീവപര്യന്തമോ നൽകേണ്ട സാഹചര്യമില്ലെന്നും കോടതി വിലയിരുത്തി. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.